കാർ റേസിംഗ് പരിശീലനത്തിനിടെ തമിഴ് സൂപ്പർ താരം നടൻ അജിത്തിൻ്റെ കാറ് അപകടത്തിൽപ്പെട്ടു. താരം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ട്രാക്കിൽ പരിശീലനത്തിനിടെ കാർ നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തിയിലിടിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ദുബായിലെ കാർ റേസിംഗ് മത്സരത്തിന് വേണ്ടിയുള്ള പരിശീലനത്തിലായിരുന്നു നടൻ. കാർ നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തിയിലിടിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് നടൻ അജിത് കുമാർ റേസിംഗ് എന്ന പേരിൽ ഒരു കാർ റേസിംഗ് കമ്പനി രൂപീകരിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് റേസിംഗ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, വേറെ 2 യൂറോപ്യൻ ഡ്രൈവർമാർ കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ കാർ റേസിംഗ് കമ്പനിയിൽ. അവരെല്ലാം ചേർന്ന് ഈ വർഷത്തെ യൂറോപ്യൻ സർക്യൂട്ടിൽ റേസിങ്ങിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാനുള്ള പരിശീലനത്തിലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അപകടം അവിടെ ദുബായിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള പരിശീലനത്തിനിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അപകടം. അദ്ദേഹത്തിൻ്റെ അടുത്ത 2 സിനിമകൾ ഉടനെ തന്നെ റിലീസാകാനിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ വിടാമുയർച്ചയാണ്. വിടാമുയർച്ചി ഈ മാസം തന്നെ റിലീസാകേണ്ടതായിരുന്നു. തമിഴിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലൊന്നായിട്ടുള്ള പൊങ്കലിനോടനുബന്ധിച്ച് വിടാമുയർച്ചി റിലീസാകേണ്ടതായിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ലൈക്ക പ്രൊഡക്ഷൻസ് അതിൻ്റെ റിലീസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. പുതിയ ഡേറ്റ് ഇപ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അതിനുശേഷമുള്ള സിനിമയായിട്ടുള്ള ഗുഡ് ബാഡ് അഗ്ലിയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വർഷം ഏപ്രിലായിരിക്കും സിനിമ റിലീസാകാൻ പോകുന്നത്. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു. ഇന്നലെയായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചത്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് പുതിയ വാർത്ത കൂടി പുറത്ത് വന്നിരിക്കുകയാണെന്ന് കൂടി ചേർത്ത് പറയാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ കാറ് അപകടത്തിൽപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് പരിക്കൊന്നുമില്ലാതെ തന്നെയാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. എല്ലാം വേണ്ട സുരക്ഷാ സംവിധാനങ്ങളുമായിട്ട് തന്നെയാണ് കാർ റേസിങ്ങിൻ്റെ പ്രാക്ടീസ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളൊന്നുമില്ല. പക്ഷേ കാറിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പോർഷയുടെ കാറിനകത്തായിരുന്നു അദ്ദേഹം റേസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പോർഷ കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തമായ സുരക്ഷാ സംവിധാനങ്ങളും മുൻകരുതലും എടുത്തിട്ടുള്ളതിനാൽ അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അടുത്ത സിനിമയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഉടനെ തന്നെ തമിഴ്നാട്ടിൽ തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട്. അതിനിടെ തന്നെയാണ് പരിശീലനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ വർഷം തന്നെ റേസിംഗ് ഡ്രൈവറായിട്ട് തന്നെ ട്രാക്കിൽ ഇറങ്ങാനാണ് സാധ്യത എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇതിനു മുൻപേ തന്നെ അദ്ദേഹം ഫോർമുല റേസിംഗിലും പങ്കെടുത്തിട്ടുണ്ട്. റേസിങ്ങിനും മറ്റ് കാർ റേസിംഗ്, ബൈക്ക് റേസിംഗ്, അങ്ങനെ അതുപോലത്തെ കായിക ഇനങ്ങളോട് ഒരുപാട് താല്പര്യമുള്ള വ്യക്തി കൂടിയാണ് അജിത് കുമാർ. അദ്ദേഹത്തിന് അതിൻ്റെ താല്പര്യം അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം അതിനോടാണെന്ന് അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കരിയറിൻ്റെ ഏറ്റവും മികച്ച ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കാർ റേസിംഗ് കമ്പനിയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നത്. മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് സ്വയം അതിൽ പങ്കെടുക്കുകയും റേസിംഗ് ടീമിൻ്റെ ഭാഗമാവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശീലനത്തിനിടയിലാണ് ഇപ്പോൾ അപകടം സംഭവിച്ചിട്ടുള്ളത്.